ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു അത് കൃത്യമായി നടക്കുന്നില്ല. തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നടത്തണം, അത് കൃത്യമായി നടപ്പാകണം. കാരണം പരിക്ക് പറ്റിയ ആളുകൾ അവരുടെ കയ്യിൽ നിന്നോ കടം മേടിച്ചോ അല്ല ചികിത്സ നടത്തേണ്ടത്. അവർക്ക് നമ്മൾ ചികിത്സ നടത്തി കൊടുക്കണം, പൂർണ്ണമായി നമുക്ക് നടത്തി കൊടുക്കണം. ഫുഡ് കൂപ്പണുകൾ കൊടുക്കാനുള്ള തീരുമാനം കൃത്യമായി നടപ്പാക്കണം. എല്ലാവർക്കും വാടക കൊടുക്കണം നിരന്തരമായി. അതുപോലെ എല്ലാ ദിവസവും 300 രൂപ കൊടുക്കുക. കാരണം ഇതെല്ലാം ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരാണ്. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തവർ, ജോലിക്ക് പോകാൻ പറ്റാത്തവർ, വീട്ടിലെ ഏണിംഗ് മെമ്പർ, വീട്ടിലെ വരുമാനമുണ്ടാക്കുന്ന ആളെ നഷ്ടപ്പെട്ടവർ അല്ലേ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ മുഴുവൻ മാത്രമായി മക്കളും എല്ലാവരും പോയി. അവസാനം പ്രായമായവർ, ജോലി ചെയ്ത് ജീവിച്ച് വരുമാനമുണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റിന്റെ മുൻപാകെ. ഒന്ന്, കമ്മ്യൂണിറ്റി ലൈഫ്. ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം വേണം. അങ്ങനെ ഒരു പുതിയ മാതൃകയെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം എന്ന് ഞങ്ങളന്ന് അഭ്യർത്ഥിച്ചു. അതാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. രണ്ടാമത്, ഓരോ കുടുംബത്തിൻ്റെയും വിഷയം ഓരോന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഏണിംഗ് മെമ്പർ ഇല്ല, വരുമാനം ഉണ്ടാക്കാവുന്ന ആളില്ല, കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠിത്തമാണ് പ്രധാനം, വേറെ ഒരു നിവർത്തിയുമില്ല. അപ്പോൾ ഓരോ വീടിനുമുള്ള മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് നടപ്പാക്കണം. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം. നമുക്ക് ചില കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടായി. നമ്മൾ ദുരന്തബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിലൊക്കെ നമുക്ക് കുറച്ച് കാലതാമസം ഉണ്ടായി. ഇനിയുള്ള നടപടികളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ കാലതാമസം ഒന്നും ഉണ്ടാകാതെ സമയബന്ധിതമായി ഈ പദ്ധതികൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി, തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാകും എന്നാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി എല്ലാ വീടുകൾ നൽകിയ ആളുകളുടെ എല്ലാവരുടെയും പറഞ്ഞു. ബഹുമാന്യനായ ഇന്ത്യയിലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ മുൻ MP കൂടിയുമായ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വീടുകൾ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു. അതോടൊപ്പമാണ് ശ്രീ രാഹുൽ ഗാന്ധി കൂടി ഇടപെട്ടിട്ടാണ് ശ്രീ സിദ്ധരാമയ്യ, ബഹുമാന്യനായ കർണാടക മുഖ്യമന്ത്രി 100 വീടുകൾ വാഗ്ദാനം ചെയ്തതിൻ്റെ 20 കോടി രൂപ അദ്ദേഹം അയക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ബാക്കിയുള്ള എല്ലാവരും വാഗ്ദാനം ചെയ്ത ആളുകൾ അതനുസരിച്ച് അവരുടേതായ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും ഈ പാവങ്ങൾ എങ്ങനെയാണ് ആ വീടുകളിൽ ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അവർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇതിനെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കാൻ ഉള്ള എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.